നമസ്കാരം. 140 ന്യൂസിലേക്ക് സ്വാഗതം. അഴുക്കുചാൽ നിർമ്മാണത്തിനിടെ കോടികൾ വിലമതിക്കുന്ന അമൂല്യ സ്വർണ്ണശേഖരം ലഭിച്ചു. ഒഴിവുകാലത്ത് പോക്കറ്റ് മണിക്കായി നിർമ്മാണ മേഖലയിൽ ജോലിക്കിറങ്ങിയ 18 വയസ്സുകാരനായ വിദ്യാർത്ഥിക്കാണ് സ്വർണ്ണശേഖരം ലഭിച്ചത്. ബെൽജിയത്തിലെ ഒരു നഗരത്തിൽ ഡ്രെയിനേജ് സംവിധാനത്തിനായി മണ്ണെടുക്കുന്നതിനിടെയാണ് കോബെ എന്ന വിദ്യാർത്ഥിയും സഹപ്രവർത്തകരും ചേർന്ന് ഏകദേശം 9 മില്യൺ യൂറോ, അതായത് ഏകദേശം 99 കോടിയിലധികം ഇന്ത്യൻ രൂപ മൂല്യം വരുന്ന സ്വർണ്ണനിധി കണ്ടെത്തിയത്. ആദ്യം കണ്ടപ്പോൾ ഒരു യൂറോയുടെ നാണയങ്ങളാണെന്നാണ് കരുതിയതെന്നും തുടർന്ന് കൂടുതൽ മണ്ണ് നീക്കി പരിശോധിച്ചപ്പോഴാണ് സ്വർണ്ണക്കെട്ടുകൾ കണ്ടതെന്നും കോബെ ബെൽജിയൻ വാർത്താ ശൃംഖലയായ VTMനോട് പറഞ്ഞു. സാധാരണയായി സംഭവിക്കുന്ന ഒന്നല്ല ഇതെന്നും സേഫുകളിലൊന്നുമല്ലാതെ ഇഷ്ടികകൾ കൊണ്ടുള്ള നിലവറയുടെ ഭിത്തിക്കുള്ളിൽ വരെ ആസൂത്രിതമായി ഒളിപ്പിച്ച നിലയിലായിരുന്നു സ്വർണമെന്നും അവൻ കൂട്ടിച്ചേർത്തു. ബ്രസൽസിൽ നിന്ന് ഏകദേശം 30 കിലോമീറ്റർ വടക്കു പടിഞ്ഞാറുള്ള ഒരു പഴയ മദ്യനിർമ്മാണശാല നിലനിന്നിരുന്ന സ്ഥലത്താണ് ഈ വിസ്മയ കണ്ടെത്തൽ നടന്നത്. 1899 പ്രവർത്തനം ആരംഭിച്ച് 1970 അടച്ചുപൂട്ടിയ ഈ കെട്ടിടം 19-ാം നൂറ്റാണ്ടിലെ പ്രമുഖ വ്യവസായി തിയോഫിലസ് വാൻ ആഷയുടെ ഉടമസ്ഥതയിലുള്ളതായിരുന്നു. ഒരു ബാഗിലായി നമ്പറുകൾ രേഖപ്പെടുത്തിയ സ്വർണ്ണക്കെട്ടികൾ, സ്വർണ്ണ നാണയങ്ങൾ, തങ്കക്കെട്ടികൾ എന്നിവയടങ്ങിയ വലിയൊരു ശേഖരമാണ് ബാഗിലുണ്ടായിരുന്നത്. സ്വർണ്ണശേഖരം ശ്രദ്ധയിൽപ്പെട്ട ഉടൻ തന്നെ കോബെയും സംഘവും പോലീസിനെയും കെട്ടിട അധികൃതരെയും വിവരമറിയിച്ചു. തുടർന്ന് പോലീസ് എത്തി സ്വർണം സുരക്ഷിതമായി ബ്രസൽസിലെ ഔദ്യോഗിക കേന്ദ്രത്തിലേക്ക് മാറ്റി. ഇത്രയും വലിയ തുകയുടെ സ്വർണം കണ്ടെത്തിയതിനാൽ നിധി കണ്ടെത്തിയവർക്കുള്ള നിയമപരമായ പാരിതോഷികം തങ്ങൾക്ക് ലഭിക്കുമെന്ന പ്രതീക്ഷയിലാണ് വിദ്യാർത്ഥിയായ കോബെയും സഹപ്രവർത്തകരും.